അല്ലല്ല നേരെ പോട്ടു. ആ രാവിലെ മാമ കൊണ്ട് വട്ടം വെച്ച് കിട്ടിയാ കട്ട പോസ്റ്റാണ് രാവിലെ ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഓർഡർ തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം മദേഴ്സ് ഡേ ആണ്. അപ്പോൾ മദേഴ്സ് ഡേ ആയിട്ട് എല്ലാ അമ്മമാർക്കും നമ്മൾ മദേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് സ്വിഗ്ഗി ഓടാൻ കുറച്ച് ദിവസം ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് ഫുൾ ഡേ ഓടാൻ പോകുന്നത് അല്ലേ? ആദ്യമായിട്ടാണ്. നമ്മൾ ഇത്രയും ദിവസം പാർട്ട് ടൈം ആയിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. സമയം ഇപ്പോൾ 8:30 മണി ആയിട്ടുണ്ട്. 8:30 മണി തൊട്ട് രാത്രി 11 മണി വരെ ഓടിക്കഴിഞ്ഞാൽ എത്രയാണ് ഏണിങ്സ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടിയ ഏണിങ്സ് എത്രയാണെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഫോണിനകത്ത് പോയാൽ മാത്രമേ ഇത് ഓണാക്കാൻ സാധിക്കത്തുള്ളൂ. ഫോണിന് എത്താറാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫോണിനകത്തല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഫോണിനകത്ത് എത്താറായി. നമ്മളിപ്പോൾ ഫോണിനകത്തായിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഓർഡറുകൾ അടിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓർഡറുകൾ കുറവാണോ കൂടുതലാണോ? ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓണാക്കിയപ്പോൾ തന്നെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 72-ൻ്റെ ഓർഡറാണ്. റിട്ടേൺ ഒരു 17 ഉണ്ട്. അത് നമുക്ക് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്ത് ഹോട്ടൽ ആരാമത്താണ് കേട്ടോ. ഹോട്ടൽ ആരാമത്താണ് ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ ആരാമം. നമുക്കിനി ഇവിടെ എത്തിയതിന് ശേഷം റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം. കൺഫേം. ഓക്കെ, നേരത്തെ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഫുഡ് റെഡിയാവാൻ 8:40 ആവും. ഇപ്പോൾ സമയം 8:36 ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മിനിറ്റോളം വെയിറ്റിംഗ് ഉണ്ട്. ഫുഡ് റെഡിയാവുന്നേ ഉള്ളൂ. നമുക്ക് 8:40 ഓർഡർ റെഡി ടൈം പറഞ്ഞിരുന്നത്. ഇപ്പോൾ 8:50 ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും പോയി പിക്ക് ചെയ്തിട്ട് വരാം. ഇനി നമുക്കിത് എവിടെയാണ് പോകേണ്ടതെന്ന് കാണിക്കും. ആകാശ് തിരുവോണം കടയ്ക്കം ചിറങ്കിഴി ഭാഗത്താണ്. അപ്പോൾ നമുക്ക് പോവാം. അമ്പലം നമ്മൾ ഫസ്റ്റത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 83 രൂപയാണ്. 10 രൂപ വെയിറ്റിംഗ് ടൈം പേ, 20 രൂപ സർജ് ബോണസ്, 17 റിട്ടേൺ. അങ്ങനെ ടോട്ടൽ ഒരു 83 രൂപയാണ് നമുക്ക് ഈ ഒരു ഓർഡറിന് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ സോണിനകത്ത് എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം വരുന്നത് ഐറ്റിയേൽ അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ശരവണഭവനിൽ വന്നായിരുന്നു. രാവിലത്തെ കാപ്പി കഴിക്കാൻ വേണ്ടിയായിരുന്നു. 2 മസാല ദോശ കഴിച്ചു ഇറങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അടുത്ത ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമുക്ക് സ്പോട്ടൊന്ന് മാറി നിന്ന് നോക്കാം.
ചെയ്യുകയാണ്. അപ്പോൾ അതെന്തായാലും ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പോയി ഡെലിവറി ചെയ്തിട്ട് കാണാം. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 105 + 50 + 2 വെയിറ്റിംഗ്, റിട്ടേൺ 22. ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഓർഡറിന്. നമുക്ക് നമ്മുടെ സോണിലോട്ട് പോകും. നമ്മൾ ഉച്ച കഴിഞ്ഞൊരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഓടി നിർത്തിയായിരുന്നു. അതിനുശേഷം വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 7 മണി ടൈമിലാണ് വീണ്ടും ഓടാൻ ഇറങ്ങിയിരിക്കുന്നത്. 7 മണി മുതൽ ഒരു 11 മണി വരെ നോക്കണം. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ടോട്ടൽ ഏർണിങ്സ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 11 മണിക്കൂർ ഓടി. 11 മണിക്കൂർ ഓടിയിൽ ഒരു 6 മണിക്കൂർ നമ്മൾ ഫ്രീ ടൈം, അതായത് വെറുതെ ഇരിക്കുകയായിരുന്നു, പോസ്റ്റായിരുന്നു. ബാക്കിയുള്ളൊരു 5 മണിക്കൂറാണ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിയത്. അതിൽ 925 രൂപ ഏർണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു 190 ഇൻസെൻറ്റീവാണ്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വരുമാനം എന്ന് പറയുന്നത് 1115 രൂപയാണ് ടോട്ടൽ നമുക്ക് ഇന്നത്തെ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്.